ഒരു ചോദ്യം നമ്മുടെ എല്ലാ അതിഥികളോടുമായിട്ട് ആദ്യം ശ്രീ ഡോക്ടർ ജോസുകുട്ടിയിലേക്ക്. അദ്ദേഹം 8 മണിക്ക് പോകണം എന്ന് പറഞ്ഞിരുന്നു. ഡോക്ടർ ജോസുകുട്ടി, വളരെ വ്യത്യസ്തമായ സമാനതകൾ ഭാരതത്തിലും ചൂണ്ടിക്കാട്ടാം. പക്ഷേ ഇപ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ട് അദ്ദേഹം ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന ചില വകുപ്പുകളുണ്ട്. ഒന്ന് AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി. 2, ഗവൺമെൻറ് എഫിഷ്യൻസി, അതിനായിട്ടൊരു വകുപ്പ്. അപ്പോൾ അദ്ദേഹം ഉറ്റുനോക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിഷൻ എന്താണെന്നുള്ളത്. അതായത് ബ്യൂറോക്രസി എന്ന് പറയുന്നത് ഇങ്ങ് കേരളത്തിലോ അല്ലെങ്കിൽ പണ്ട് തൊട്ടേ ചില ഭാരതത്തിലെ സർക്കാരുകളിലോ മാത്രമല്ല, US-നും ബ്യൂറോക്രസി എന്ന് പറയുന്ന ഒരു ചുവപ്പ് നാട അവിടെയും വികസനത്തെ, പദ്ധതികളെ എല്ലാം നടപ്പാക്കുന്നതിൽ തടസ്സം സൃഷ്ടിച്ചിരുന്നു എന്ന് വ്യക്തമാണ്. അപ്പോൾ ഗവൺമെൻറ് എഫിഷ്യൻസി എന്നൊരു വകുപ്പ് സൃഷ്ടിച്ച് മിടുക്കരായ ഈലോൺ മസ്കിനെ, പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കി കാണിക്കുന്ന ഈലോൺ മസ്കിനെയും വിവേക് രാമസ്വാമിയെയും അതിൻ്റെ ചുമതല ഏൽപ്പിക്കുമ്പോൾ നൽകുന്ന സന്ദേശമെന്നാണ് ലുക്കിംഗ് ഫോർവേഡ്. കാര്യം ചെറുപ്പക്കാരെ, യുവതലമുറയ്ക്ക് ഒരു ആത്മവിശ്വാസം നൽകാൻ, എന്തെങ്കിലും ചെയ്യാൻ കഴിയും, പ്രതിസന്ധിയിലേക്കല്ല വളർച്ചയിലേക്കാണ്, കുതിപ്പിലേക്കാണ് പോകുന്നത് എന്നുള്ള സൂചന നൽകാൻ തുടക്കത്തിൽ ഈ നടപടികൾ കൊണ്ട് കഴിയുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ്. കാരണം ഇന്ന് നമ്മുടെ ലോകത്ത് എല്ലാവരും ഏറ്റവും കൂടുതൽ സ്വീകാര്യമായിട്ട് കാണുന്നത് ജനാധിപത്യ സർക്കാരുകളെയാണ്. ഈ ജനാധിപത്യ സർക്കാരുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാര്യങ്ങളെല്ലാം തന്നെ അതിലൊരു നടപടി പ്രകാരം മാത്രമേ നടക്കുകയുള്ളൂ. ഈ ജനാധിപത്യ സർക്കാരിലെ നടപടിക്രമം എന്ന് പറയുമ്പോൾ അത് ബ്യൂറോക്രസിയാണ്. ബ്യൂറോക്രസി ഒരു പ്രത്യേക രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിക്കുമ്പോൾ പലപ്പോഴും സമയത്ത് കാര്യങ്ങൾ നടക്കാറില്ല, കൃത്യമായി നടക്കാറില്ല. അവിടെ എഫിഷ്യൻസി എപ്പോഴും ജനാധിപത്യത്തിൽ ഒരു കാഷ്വാലിറ്റിയാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങളെ നമ്മൾ വാഴ്ത്തുമ്പോൾ അവിടെ ബ്യൂറോക്രസിക്ക് കിട്ടിയിരിക്കുന്ന പ്രാധാന്യത്തിൻ്റെ ഭാഗമായി പലപ്പോഴും കാര്യങ്ങൾ കൃത്യസമയത്ത് നടക്കാറില്ല. നമ്മൾ കേട്ടിട്ടില്ലേ, അമേരിക്കയിലെ കോൺഗ്രസ് എടുത്ത നിലപാടുകൾ കാരണം അവിടെ ബഡ്ജറ്റ് പാസ്സാക്കുവാനോ അല്ലെങ്കിൽ ആവശ്യമായ പണം വിവിധ വകുപ്പുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റാതെ ആ ഗവൺമെൻറ് ഓവർ ഡ്രാഫ്റ്റായി അവർക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള നിരവധി സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ചരിത്രപരമായിട്ട് തന്നെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ രാജ്യങ്ങൾ പുരോഗമിച്ചത്, സാമ്പത്തികമായി പുരോഗമിച്ചത് ജനാധിപത്യത്തിൻ്റെ കീഴിലല്ലായിരുന്നു, ബ്യൂറോക്രസിയുടെ കീഴിലായിരുന്നില്ല. മറിച്ച് അത്തരം ജനാധിപത്യത്തിൽ എഫിഷ്യൻസി കൊണ്ടുവന്നിരുന്ന ഒരേകാധിപത്യത്തെ പലപ്പോഴും ചിലരെങ്കിലും വാഴ്ത്താറുണ്ട്. ഇപ്പം ചൈനയുടെ ഒരു പുരോഗതി എന്ന് പറയുന്നത് അവിടെ ജനാധിപത്യം ഇല്ലാത്തൊരു പുരോഗതിയാണ്. ചൈനയെക്കുറിച്ച് നമ്മൾ പറയുന്നത് അതൊരു ഇക്കണോമിക് സിസ്റ്റമാണ്. അത് പൊളിറ്റിക്കലി ഇല്ലിബറലും ഇക്കണോമിക്കലി ലിബറലുമാണ്. ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചും ഇന്ത്യയെ സംബന്ധിച്ചുമൊക്കെയുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മൾ ഈ നടപടിക്രമങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ അവിടെ കാര്യക്ഷമത നഷ്ടപ്പെടുത്തുന്നൊരു സാഹചര്യമുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിന്ന് കുറച്ചും കൂടെ കാര്യക്ഷമമായി കൃത്യമായ പ്ലാനോടുകൂടി കാര്യങ്ങൾ നടപ്പിലാക്കിയെടുക്കുന്ന ഒരു രീതി കൊണ്ടുവരുവാനായിട്ട് ട്രംപ് ശ്രമിക്കുന്നുണ്ട്. അവിടെയാണ് വിവേക രാമസ്വാമിയും എലോൺ മസ്കും അല്ലെങ്കിൽ എഫിഷ്യൻസി ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ പ്രസക്തമാകുന്നത്. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള സാമ്പത്തിക മത്സരം ചൈനയുമായി നടക്കുന്ന ഘട്ടത്തിൽ, പ്രത്യേകിച്ചും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും അതുപോലെയുള്ള പുതിയ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വികസനത്തിൻ്റെ ഭാഗമായി ആ രംഗത്ത് ഒരു മേൽക്കൈ നേടുവാൻ കഴിഞ്ഞില്ലെങ്കിൽ അമേരിക്ക പിന്നോട്ട് പോകും, അല്ലെങ്കിൽ അമേരിക്കയുടെ എതിരാളികളായിട്ടുള്ള ചൈനയൊക്കെ മുന്നോട്ട് പോകും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ ഇലക്ട്രിക് കാർ സെക്ഷനിൽ അല്ലെങ്കിൽ ഗ്രീൻ ടെക്നോളജിയിൽ ലോകത്തിലെ ഒന്നാമത്തെ ശക്തിയായിട്ട് പലരും കാണുന്നത് ചൈനയാണ്. ആ രംഗത്ത് ചൈനയെ നിലയ്ക്ക് നിർത്തുവാനാണ് ഇന്ന് പലപ്പോഴും അമേരിക്ക കൊണ്ടുവരുന്ന ഈ നയങ്ങളുടെ ഒരു പ്രത്യേക ലക്ഷ്യം. അതിൽ ഇന്ത്യക്കാരുടെ ഒരു സഹായം വലിയ രീതിയിൽ അമേരിക്കയ്ക്ക് ആവശ്യമായിട്ടുണ്ട്. ഇന്ന് ലോകത്ത് നിർമ്മിക്കപ്പെടുന്ന ഐഫോണുകളുടെ 15% ഇന്ത്യയിലാണ് നിർമ്മിക്കപ്പെടുന്നത്. അതൊരു വലിയ മാറ്റമാണ്. അപ്പം അങ്ങനെ ഇന്ത്യയും അമേരിക്കയുമായി ചേർന്നുകൊണ്ട് സാമ്പത്തിക രംഗത്ത് പല കാര്യങ്ങളിലും കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിച്ചാൽ മാത്രമേ
ഇവർക്ക് ലോകത്ത് ഒന്നാം സ്ഥാനത്ത് എത്തുവാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ ലോകത്ത് അമേരിക്ക തന്നെയാണ് ഇപ്പോഴും ലോകത്തിലെ ഒന്നാം നമ്പർ രാജ്യം, സാമ്പത്തികമായിട്ടാണെങ്കിലും സൈനികമാണെങ്കിലും. അതിന് വലിയ ഭീഷണി നേരിടുന്നത് ഇനി ലോകത്തുണ്ടാകുന്ന നൂതന ടെക്നോളജി ഉപയോഗിച്ചുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള വികസന സാധ്യതകൾ പരമാവധി ഉപയോഗിക്കുമ്പോഴാണ്. ചിപ്സ് ഇൻഡസ്ട്രിയുടെ വലിയൊരു സാധ്യത ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സഹകരിച്ചുകൊണ്ട് കൽക്കട്ടയിലൊക്കെ പുതിയ പ്ലാന്റും പദ്ധതികളും ഒക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ ആ രംഗത്ത് കാര്യക്ഷമമായിട്ടുള്ള വളരെ സ്പീഡിലുള്ള പെട്ടെന്ന് കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിലൂടെ നേട്ടങ്ങൾ കൊടുക്കുന്ന ഒരു പരിധിവരെ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു പ്രൈവറ്റ് സെക്ടറിൻ്റെ വളരെ കാര്യക്ഷമമായിട്ടുള്ള എഫിഷ്യൻസി അമേരിക്കയുടെ ജനാധിപത്യ സംവിധാനത്തോടോട്ട് വിളക്കിച്ചേർക്കുവാനാണ് ട്രംപിൻ്റെ നയത്തിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് ഉള്ളൊരു വിലയിരുത്തലാണ് എനിക്കുള്ളത്. അത് ജനാധിപത്യത്തെ ഇല്ലാതാക്കാനല്ല, മറിച്ച് ജനാധിപത്യം നിലനിർത്തിക്കൊണ്ട് തന്നെ അവിടെ കാര്യക്ഷമമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഭരണ പരിഷ്കാരം തന്നെയാണ് ട്രംപ് വളരെ കാര്യമായി മുന്നോട്ട് വയ്ക്കാൻ പോകുന്നതും നടപ്പിലാക്കാൻ പോകുന്നതും. അതിലൂടെയായിരിക്കും അമേരിക്കയെ ഗ്രേറ്റ് ആക്കുക അല്ലെങ്കിൽ അമേരിക്കയെ സമ്പന്നമാക്കുക എന്ന ട്രംപിൻ്റെ മുദ്രാവാക്യം സാക്ഷാത്കരിക്കപ്പെടുവാൻ പോകുന്നത്.